വെൽക്കം ടു സോഷ്യൽ സ്റ്റോറി. നമ്മുടെ ജനുവരി 8 കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് ഒന്ന് ബ്രീഫായിട്ട് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. നമുക്ക് ആദ്യത്തെ കറണ്ട് അഫയേഴ്സിലേക്ക് പോകാം. ഇന്ത്യൻ ആർമി റേസസ് ബൈരോ ഫോഴ്സസ് ഫോർ ഡ്രോൺ വാർഫെയർ. അപ്പോൾ ഇന്ത്യൻ ആർമി പുതുതായിട്ടുള്ളൊരു ബൈരോ ഫോഴ്സ് എന്ന പേരിൽ ഒരു പുതിയ ഫോഴ്സ്, ഒരു ബറ്റാലിയൻ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഏകദേശം 1,00,000-ലധികം പരിശീലനം സിദ്ധിച്ച ഡ്രോൺ ഓപ്പറേറ്റർമാരാണ് ഈ സേനയുടെ ഭാഗമായിട്ടുള്ളത്. അപ്പോൾ ഇത് 15 എന്നുള്ളത് 25 ബറ്റാലിയനിലേക്ക് ഉയർത്താൻ പദ്ധതിയുണ്ട്. പാരാമിലിറ്ററി ഫോഴ്സിനെയും അതുപോലെ തന്നെ നമ്മുടെ ആർമിയെയും ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയായിട്ട് പ്രവർത്തിക്കുക, അതുപോലെ തന്നെ ശത്രുതാപരമായ പ്രദേശങ്ങളിൽ അതിവേഗതയിൽ ആക്രമണം ഡ്രോൺ ഉപയോഗിച്ച് നടത്തുക എന്നൊക്കെയാണ് ഇതിൻ്റെ ഉദ്ദേശം. ജനുവരി 15, 2026 ജയ്പൂരിൽ നടക്കുന്ന ആർമിയുടെ പരേഡിൽ ഈ സേനയെ പൊതുവേദിയിൽ അവതരിപ്പിക്കുന്നതാണ്. രണ്ടാമത്തത്, എ ശക്തിവേൽ റീ അപ്പോയിന്റഡ് ആസ് AEPC ചെയർമാൻ ഫോർ എ 5th ടേം ബൂസ്റ്റിംഗ് എക്സ്പോർട്ട് ഗവേണൻസ്. അപ്പം ഡോക്ടർ എ ശക്തിവേൽ അപ്പാരൽ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലിൻ്റെ ചെയർമാനായിട്ട് 5ാം തവണയും റീ അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആഗോള വ്യാപാര രംഗത്തെ പരിചയ സമ്പത്ത്, ഇപ്പം കറൻ്റ്ലി ഉള്ളൊരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, ഒരു അസ്ഥിരതയുള്ള സിറ്റുവേഷൻ, ആ ഒരു സിറ്റുവേഷനിൽ അദ്ദേഹത്തിൻ്റെ പരിചയ സമ്പത്ത് ഇന്ത്യക്ക് വലിയ ഗുണമാകും എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തെ വീണ്ടും അപ്പോയിന്റ് ചെയ്യുന്നത്. ഈ തിരുപ്പൂരിനൊക്കെ ഒരു ആഗോള ഹബ്ബായിട്ട് മാറ്റുന്നതിൽ അദ്ദേഹത്തിന് വലിയ പങ്കുണ്ട്. ഇനി അടുത്തത്, 3 ന്യൂ സ്പീഷീസ് ഓഫ് മീഡോ കാറ്റൈറ്റ്സ് ഡിസ്കവേർഡ് ഇൻ JNK ഹൈലൈറ്റിംഗ് ബയോഡൈവേഴ്സിറ്റി. അപ്പോൾ ജമ്മു ആൻഡ് കാശ്മീരിൽ പുതിയ 3 മീഡോ കാറ്റൈറ്റുകളെ കണ്ടെത്തിയിട്ടുണ്ട്. നീളൻ കൊമ്പുള്ള പുൽച്ചാടികളാണിവ. അപ്പം ഇതിൻ്റെ കണ്ടെത്തൽ നടത്തിയിട്ടുള്ളത് അലിഗഡ് മുസ്ലിം സർവകലാശാലയിലെ ഗവേഷകരാണ്. അടുത്തത്, വെസ്റ്റ് ബംഗാൾ CM ലോഞ്ചസ് 5 കിലോമീറ്റർ സാഗർ ലൈൻ ബ്രിഡ്ജ് പ്രൊജക്ട് ടു കണക്ട് വിത്ത് ദ മെയിൻലാൻഡ്. അപ്പം പുതിയൊരു പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. 5 കിലോമീറ്റർ നീളമുള്ള ഗംഗാ സാഗർ സേതുവാണ്. ഇതിന് തറക്കല്ലിട്ടിരിക്കുകയാണ്. മുരിഗംഗ റിവറിന് കുറുകെയാണ് 1670 കോടി ചിലവിൽ ഈ 4 വരി പാത നിർമ്മിക്കുന്നത്. ഏകദേശം 3 ലക്ഷം താമസക്കാർക്ക് ഡയറക്റ്റ് പ്രയോജനം കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു പദ്ധതി ലോഞ്ച് ചെയ്യുന്നത്. ആൻഡ് ദെൻ, സയൻറ്റിസ്റ്റ് സോൾവ് എംപെബെ എഫക്ട് ഹോട്ട് വാട്ടർ ഫ്രീസിംഗ് ഫാസ്റ്റർ യൂസിങ് സൂപ്പർ കമ്പ്യൂട്ടർ സിമുലേഷൻ. അപ്പോൾ ചൂടുവെള്ളം തണുത്ത വെള്ളത്തേക്കാൾ വേഗത്തിൽ ഐസായി മാറുന്ന പ്രതിഭാസമായ എംപെബെ പ്രഭാവത്തിൻ്റെ രഹസ്യം ഇന്ത്യൻ ശാസ്ത്രജ്ഞർ സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ സഹായത്തോടെ കണ്ടെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ തണുക്കുന്ന പ്രക്രിയയിൽ വെള്ളം ചില താൽക്കാലിക തന്മാത്ര അവസ്ഥകളിലൂടെ കടന്നു പോകുന്നു എന്നുള്ള രീതിയിലാണ് കണ്ടെത്തൽ വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു എഫക്റ്റ് ശാസ്ത്രലോകത്തിൽ വലുതായിരിക്കും. ഇനി, ഇന്ത്യൻ റെയിൽവേ ബിക്കംസ് ദ വേൾഡ്സ് ലാർജസ്റ്റ് ഫുള്ളി ഇലക്ട്രിഫൈഡ് റെയിൽ നെറ്റ്വർക്ക്. അപ്പോൾ ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത് 2006 ജനുവരിയോടുകൂടെ ലോകത്തിലെ ഏറ്റവും വലിയ പൂർണ്ണമായും വൈദ്യുതീകരിച്ച റെയിൽവേ ശൃംഖലയായിട്ട് മാറും. അപ്പം നമ്മുടെ ബ്രോഡ് ഗേജ് ശൃംഖലയുടെ ഏകദേശം 99.2 വിഭാഗവും ഇപ്പം വൈദ്യുതീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇതോടുകൂടെ ചൈന, സ്പെയിൻ, ജപ്പാൻ പോലുള്ള രാജ്യങ്ങളെ പിന്തള്ളി ഇന്ത്യ വൈദ്യുതീകരിക്കപ്പെട്ട റെയിൽവേ ശൃംഖലയിലെ ഏറ്റവും മുന്നിലേക്ക് എത്തുകയാണ്. അപ്പം ഡീസലിൽ നിന്ന് വൈദ്യുതിയിലേക്കുള്ള ഒരു മാറ്റം, ഡീസൽ എഞ്ചിൻ ഉപയോഗിക്കുന്നതിൽ നിന്നും വൈദ്യുതി എഞ്ചിൻ ഉപയോഗിക്കുന്ന ഒരു വലിയ മാറ്റമാണ് ഇവിടെ ഉള്ളത്. ഇത്രയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ്. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാം പോയിന്റ് ഓഫ് വ്യൂ നിന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് പ്രത്യേകം തിരഞ്ഞെടുത്തിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പം എല്ലാവർക്കും താങ്ക് യു. കൂടുതൽ അപ്ഡേറ്റിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി കറണ്ട് അഫയേഴ്സും SCRT സീരീസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ഉടനെ തന്നെ വരുന്നതായിരിക്കും.